നിങ്ങളുടെ കയ്യിലുള്ള സ്വർണം നിങ്ങൾക്ക് വൻ ലാഭം തരുമെന്നാണോ നിങ്ങൾ കരുതുന്നത്? എങ്കിൽ തെറ്റി. ആഗോള വിപണിയിലെ യുദ്ധഭീതിയും കുതിച്ചുയരുന്ന സ്വർണ്ണവിലയും നിങ്ങളൊരു വലിയ സാമ്പത്തിക കെണിയിലേക്ക് തള്ളിയിട്ടേക്കാം. ഇന്ത്യയിലെ സ്വർണ്ണപ്പണയ വിപണി ഇന്ന് 3.3 ലക്ഷം കോടി രൂപയുടെ കൊടുമുടിയിലാണ്. പക്ഷേ ഈ തിളക്കത്തിന് പിന്നിൽ വരാനിരിക്കുന്ന ഒരു വലിയ തകർച്ചയുടെ സൂചനയുണ്ടോ? സ്വർണ്ണപ്പണയം എടുക്കുന്നവർ നിർബന്ധമായി അറിഞ്ഞിരിക്കേണ്ട ആ സത്യം എന്താണ് പരിശോധിക്കാം. ഇറാനും ഇസ്രയേലും തമ്മിലുള്ള സംഘർഷം മിഡിൽ ഈസ്റ്റിനെ പുകയ്ക്കുമ്പോൾ ലോകമെമ്പാടുമുള്ള നിക്ഷേപകർ ഓടുന്നത് ഒരേ ഒരു ലക്ഷ്യത്തിലേക്കാണ്. അതാണ് സ്വർണം. ഓഹരി വിപണി തകരുമെന്ന ഭീതി വരുമ്പോൾ പണം സുരക്ഷിതമാക്കാൻ സ്വർണത്തേക്കാൾ നല്ലൊരു ഓപ്ഷൻ വേറെയില്ല. അതുകൊണ്ട് തന്നെ വില റോക്കറ്റ് പോലെ കുതിക്കുകയാണ്. കഴിഞ്ഞ ഒരു വർഷത്തിനിടെ സ്വർണത്തിന് 87%, വെള്ളിക്ക് 181% വില വർദ്ധിച്ചത്. കേൾക്കുമ്പോൾ സന്തോഷം തോന്നുന്നുണ്ടോ? എങ്കിൽ ശ്രദ്ധിക്കുക, ഈ വിലക്കയറ്റം വെറും ഒരു സാമ്പത്തിക കണക്കല്ല, മറിച്ചൊരു വലിയ അപകടത്തിന്റെ മുന്നോടിയാണ്. കാരണം ഈ വില വർധനവ് താൽക്കാലികമാണ്. വിപണി ശാന്തമാകുമ്പോൾ വില ഇടിയും. അപ്പോൾ പണയം വെച്ചവരുടെ അവസ്ഥ എന്തായിരിക്കും? ഇന്ത്യക്കാരുടെ വികാരം സ്വർണ്ണമാണ്. മറ്റ് വായ്പകൾക്ക് ബാങ്കുകൾ നിയന്ത്രണം കടുപ്പിച്ചതോടെ സാധാരണക്കാരും ചെറുകിട വ്യാപാരികളും കൂട്ടത്തോടെ സ്വർണ്ണ പണയത്തിലേക്ക് തിരിഞ്ഞു. 2025 അവസാനത്തോടെ ഇന്ത്യയിലെ കുടിശ്ശികയുള്ള സ്വർണ്ണ വായ്പകൾ 125% മുതൽ 128% വരെ വർദ്ധിച്ച് 3.25 ലക്ഷം കോടി രൂപ കടന്നിരിക്കുകയാണ്. ബാങ്ക് വായ്പകൾ സിംഗിൾ ഡിജിറ്റിൽ വളരുമ്പോൾ സ്വർണ്ണ വായ്പകൾ ഇത്ര വേഗത്തിൽ വളരുന്നത് എന്തുകൊണ്ടാണ്? ഉത്തരം ലളിതമാണ്. ഡിജിറ്റൽ യുഗത്തിൽ മിനിറ്റുകൾക്കുള്ളിൽ പണം കിട്ടും. രേഖകൾ കുറവാണ്. പിന്നെ സ്വർണ്ണവില കൂടുന്നത് കൊണ്ട് കൂടുതൽ തുക വായ്പയായി ലഭിക്കും. പക്ഷേ ഇവിടെയാണ് കളി മാറുന്നത്. നിങ്ങൾ സ്വർണം പണയം വെക്കുമ്പോൾ ബാങ്കുകൾ നൽകുന്നത് ഇതിൻ്റെ മൂല്യത്തിൻ്റെ ഏകദേശം 75%. ഇതിനെയാണ് നമ്മൾ LTV അഥവാ ലോൺ ടു വാല്യൂ എന്ന് പറയുന്നത്. ഇപ്പോൾ വില കൂടുതലായതുകൊണ്ട് നിങ്ങൾക്ക് വലിയ തുക വായ്പ കിട്ടും. എന്നാൽ നാളെ യുദ്ധഭീതി മാറി സ്വർണ്ണവില വെറും 10% കുറഞ്ഞ എന്ത് സംഭവിക്കും? വിദഗ്ധർ പറയുന്നത് ശ്രദ്ധിക്കുക. 5 മുതൽ 10% വിലയിടിവ് ഉണ്ടായാൽ പോലും നിങ്ങളുടെ സുരക്ഷാ കവചം എന്ന് പറയുന്നത് തകരും. പണയം വെച്ച സ്വർണത്തിൻ്റെ മൂല്യം വായ്പാ തുകയേക്കാൾ കുറവായതിനാൽ ബാങ്ക് നിങ്ങളോട് ഉടൻ തന്നെ അധിക പണമോ കൂടുതൽ സ്വർണമോ ആവശ്യപ്പെടും. നൽകാൻ കഴിഞ്ഞില്ലെങ്കിൽ മറുപടി ക്രൂരമായിരിക്കും. നിങ്ങളുടെ കുടുംബ സ്വത്ത് ലേലം വിളിക്കപ്പെടും. എന്തായാലും പലിശ നിരക്ക് 9 മുതൽ 15% ആണെങ്കിലും തിരിച്ചടവിൽ ഒരു വീഴ്ച വരുത്തിയാൽ അത് നിങ്ങളുടെ സ്വർണം എന്നേക്കുമായി നഷ്ടപ്പെടാൻ കാരണമാകുമെന്നാണ്. അതുപോലെ തന്നെ പല സാമ്പത്തിക വിദഗ്ധരും പറയുന്നത് വില കുറയുമ്പോൾ ബാങ്കുകൾ വളരെ വേഗത്തിൽ ലേല നടപടികളിലേക്ക് നീങ്ങുമെന്നാണ്. പല വായ്പക്കാർക്കും ഈ വേഗതയെക്കുറിച്ച് അറിവില്ല എന്നതാണ് സത്യം. സ്വർണ്ണപ്പണയം എടുക്കുന്നത് മോശമാണെന്നല്ല ഇതിൻ്റെ അർത്ഥം. പക്ഷെ ചില കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. അതിലെ ചില കാര്യങ്ങൾ: ലിക്വിഡിറ്റി മാനേജ്മെന്റ്, ഹ്രസ്വകാല ആവശ്യങ്ങൾക്കായി മാത്രം ഇത് ഉപയോഗിക്കുക. തിരിച്ചടവ് പ്ലാൻ, സ്വർണ്ണവില കുറയാൻ സാധ്യതയുണ്ടെന്ന് കരുതി വേണം തിരിച്ചടവ് പ്ലാൻ ചെയ്യാൻ. ലേല നടപടികൾ, ബാങ്കുകളുടെ നിബന്ധനകൾ കൃത്യമായി വായിക്കുക. അവർക്ക് നോട്ടീസ് നൽകി നിങ്ങളുടെ സ്വർണം ലേലം ചെയ്യാൻ അധികാരമുണ്ട്. സ്വർണം വെറുമൊരു ലോഹമല്ല, അത് ഇന്ത്യക്കാരുടെ കരുതലാണ്. ആ കരുതലിൽ യുദ്ധവും വിപണിയിലെ അസ്ഥിരതയും കരിനിഴൽ വീഴ്ത്തുമ്പോൾ നമ്മൾ ജാഗ്രത പാലിച്ചേ മതിയാകും.